തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നതിനിടെ പുതിയ വേഷപ്പകർച്ചയുമായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ചെന്നൈ സ്റ്റെല്ല മേരീസ് കോളേജിലെ വിദ്യാർത്ഥിനികളുമായി സംവദിക്കുമ്പോഴായിരുന്നു നീല ജീൻസും കറുപ്പ് ടീഷർട്ടുമിട്ട് രാഹുൽ എത്തിയത്. എന്നാൽ രാഷ്ട്രീയം പറയാനും മോദിയെ കടന്നാക്രമിക്കാനും രാഹുൽ മറന്നില്ല. പൊതുവേദിയിൽ ചോദ്യങ്ങളെ നേരിടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ചു. How many times have you seen the Prime Minister of India standing in the middle of 3,000 women like this? How many times have you seen the Prime Minister of India standing here like this, being open to any question from anybody? How many of you have had the opportunity to ask him, Mr. Prime Minister, what do you think about education? What do you think about this? What do you think about that? Why doesn't the Prime Minister have the guts to come and stand in front of 3,000 women and be questioned by them? സംവാദത്തിനിടെ വിദ്യാർത്ഥികളെ രാഹുൽ ഗാന്ധി കയ്യിലെടുത്തു. സാറൻ അഭിസംബോധന ചെയ്ത വിദ്യാർത്ഥിനിയോട് രാഹുൽ എന്ന് വിളിക്കൂ എന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ ആവശ്യപ്പെട്ടത്. Hi sir. Okay, Can you call me Rahul instead of sir? Okay. Makes me more comfortable. Okay. I'm really nervous. Okay. Hi Rahul. സംവാദത്തിനിടെ റോബർട്ട് വാദ്രയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും രാഹുലിനോട് വിദ്യാർത്ഥിനികൾ ഉന്നയിച്ചു. എന്നാൽ റോബർട്ട് വാദ്രയ്ക്കെതിരെ മാത്രമല്ല എല്ലാ ആരോപണങ്ങളും അന്വേഷിക്കണമെന്നും അക്കാര്യത്തിൽ പക്ഷപാതിത്വം പാടില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. You didn't mention Robert Vadra with all the other names. What about him? What about him? The government has every right and should investigate every single person, and the law should apply to everybody. No problem. However, the law must not apply selectively. കേരള കോൺഗ്രസിലെ തർക്കം പരിഹാരമില്ലാതെ തുടരുന്നു. കോൺഗ്രസ് നേതൃത്വവുമായി പി.ജെ. ജോസഫും കെ.എം. മാണിയുമായി കോൺഗ്രസ് നേതൃത്വവും മാരത്തൺ ചർച്ചകൾ നടത്തിയെങ്കിലും ഒരു ഒത്തുതീർപ്പിലും എത്തിയില്ല. കോട്ടയത്തെ സ്ഥാനാർത്ഥിയെ മാറ്റില്ലെന്ന് മാണി വിഭാഗം പരസ്യമായി പ്രഖ്യാപിച്ചതോടെ ജോസഫിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. അതേസമയം ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായി ഉമ്മൻചാണ്ടിയെ കോട്ടയത്ത് മത്സരിപ്പിക്കണമെന്ന ജോസഫിന്റെ നിർദ്ദേശം കോൺഗ്രസ് അംഗീകരിച്ചില്ല. ജോസഫ് കോൺഗ്രസ് നേതാക്കളുമായി ഒറ്റയ്ക്കും കൂട്ടായും മണിക്കൂറുകൾ നീണ്ട ചർച്ച നടത്തി. പക്ഷേ പരിഹാരം മാത്രമുണ്ടായില്ല. ഞങ്ങൾ ഈ വിഷയങ്ങൾ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച ചെയ്തു. അതിൻ്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്തു. അവർ ആലോചിച്ചിട്ട് അതേ സംബന്ധിച്ചിട്ടുള്ള ഒരു നിലപാട് പറയാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ പി.ജെ. ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസിൽ ഉന്നയിച്ച വിഷയങ്ങളും യു.ഡി.എഫിൽ ഉന്നയിച്ച വിഷയങ്ങളും തൃപ്തികരമായി പരിഹരിക്കുന്നതിന് കോൺഗ്രസ് നേതൃത്വം ഇടപെടണം, യു.ഡി.എഫ് നേതൃത്വം ഇടപെടണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനുമായും പ്രത്യേകം ചർച്ച നടത്തി. പിന്നീട് ഇവരുമായി ഒന്നിച്ചു വരുന്നു. കോട്ടയത്ത് ഉമ്മൻചാണ്ടി മത്സരിക്കുക, പകരം കേരള കോൺഗ്രസിന് ഇടുക്കി സീറ്റ് നൽകുക, അവിടെ താനല്ലാതെ മറ്റൊരാൾ മത്സരിക്കും. ഇതായിരുന്നു ജോസഫിന്റെ ഒത്തുതീർപ്പ് ഫോർമുല. മത്സരിക്കാനുള്ള നിലപാടിൽ ഉമ്മൻചാണ്ടി ഉറച്ചു നിന്നപ്പോൾ കോട്ടയത്ത് സ്ഥാനാർത്ഥിയെ മാറ്റില്ലെന്ന് ജോസ് കെ മാണി പരസ്യമായി പ്രഖ്യാപിച്ചു. ഇപ്പോൾ സ്ഥാനാർത്ഥി ചാഴികാടനായിട്ടാണ് പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളെല്ലാം ഫീൽഡിലാണ്. 2.25 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് ശേഷവും പരിഹാരം കണ്ടെത്താൻ കഴിയാത്തതിനാൽ മറ്റ് ഘടകകക്ഷികളെ കൂട്ടുപിടിച്ച് കോൺഗ്രസ് തലയൂരി. കേരള കോൺഗ്രസിലുണ്ടായ ചില ഡെവലപ്മെന്റ്സ് ഉണ്ട്. ആ സാഹചര്യത്തിൽ അവരോടെല്ലാം ചർച്ച നടത്തി പിണങ്ങിയെങ്കിലും പിളരേണ്ടെന്നാണ് പി.ജെ. ജോസഫിന്റെയും ഒപ്പം നിൽക്കുന്നവരുടെയും നിലപാടെന്നാണ് സൂചന. മുഖം രക്ഷിക്കുന്ന ഒരു പരിഹാരമെന്നതാണ് ജോസഫ് കോൺഗ്രസിന്റെയും ലീഗിന്റെയും മുന്നിൽ വെക്കുന്ന നിബന്ധന. ഇടതുമുന്നണിയിലേക്ക് ചായാൻ നിന്ന കേരള കോൺഗ്രസിനെ യു.ഡി.എഫിലേക്ക് മടക്കി കൊണ്ടുവന്നതിന്റെ പ്രത്യുപകാരം പ്രതീക്ഷിച്ചാണ് ജോസഫിന്റെ കാത്തിരിപ്പ്. ആർ കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തുഷാർ വെള്ളാപ്പള്ളിയുടെ നീക്കം തള്ളി വെള്ളാപ്പള്ളി നടേശൻ. മത്സരിക്കാനിറങ്ങിയാൽ SNDP യോഗം ഭാരവാഹിത്വം രാജിവെക്കണം. ആലപ്പുഴയിൽ LDF സ്ഥാനാർത്ഥി A.M. ആരിഫ് ജയിച്ചില്ലെങ്കിൽ തല മൊട്ടയടിക്കുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. തൃശൂരിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള തുഷാർ വെള്ളാപ്പള്ളിയുടെ നീക്കത്തിനെതിരെയാണ്
വെള്ളാപ്പള്ളി രൂക്ഷ വിമർശനം ഉയർത്തിയത്. യോഗം ഭാരവാഹികൾ മത്സരിക്കരുത് എന്ന പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. കഴിയുന്നതും ആ ഭാരവാഹിത്വം രാജിവെച്ചിട്ട് നിൽക്കുന്നതാണ് അഭികാമ്യമെന്ന്. തുഷാറിനു വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങില്ല. കോൺഗ്രസ് നേതാക്കളായ KC വേണുഗോപാൽ, അടൂർ പ്രകാശ് എന്നിവർക്കെതിരെയും വെള്ളാപ്പള്ളി ആഞ്ഞടിച്ചു. അടൂർ പ്രകാശ് ചെയ്യുന്നത് ആത്മഹത്യയാണ്. KC വേണുഗോപാൽ ആലപ്പുഴയിൽ 6 നിലയിൽ പൊട്ടും. വേണുഗോപാൽ അവിടെ നിന്ന് 6 നില പൊട്ടിത്തെറിച്ചു പോകും. കാരണം കോൺഗ്രസിന് ഇനി അങ്ങോട്ട് വരണ്ട. ആരിഫ് ജയിച്ചില്ല എങ്കിൽ തല മൊട്ടയടിക്കുമെന്നും വെള്ളാപ്പള്ളി. 6 ഹെലികോപ്റ്റർ കൊണ്ടുവന്നാലും ഇത്തവണ പ്രചാരണത്തിനില്ല. കഴിഞ്ഞ തവണ NDAയുടെ പ്രചരണത്തിനായി ഹെലികോപ്റ്ററിൽ കയറി അണുബാധ ഉണ്ടായെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ന്യൂസ് 18 കൊല്ലം. സമുദായ രാഷ്ട്രീയ നേതാക്കൾ ജയിക്കുമെന്ന് പറഞ്ഞാൽ പൊതുവെ സ്ഥാനാർത്ഥികൾക്ക് ആശ്വാസമാണുണ്ടാവുക. എന്നാൽ വെള്ളാപ്പള്ളി പറഞ്ഞാൽ അതങ്ങനെയല്ല. AM ആരിഫിന്റെ ചങ്കിടിപ്പ് കൂട്ടിക്കൊണ്ടാണ് ആരിഫിന്റെ വിജയം വെള്ളാപ്പള്ളി പ്രവചിച്ചത്. വേണുഗോപാൽ അവിടെ നിന്ന് 6 നില പൊട്ടിത്തെറിച്ചു പോകും. കാരണം കോൺഗ്രസിന് ഇനി അങ്ങോട്ട് വരണ്ട. തെരഞ്ഞെടുപ്പിലെ മാൻഡ്രിക് വെള്ളാപ്പള്ളി നടേശന് പലരും കൽപ്പിച്ചു നൽകുന്ന സ്ഥാനം ഇങ്ങനെ. കോൺഗ്രസിലെ ആശയക്കുഴപ്പത്തിൽ നേട്ടം കണ്ട ആരിഫ് വെള്ളാപ്പള്ളിയുടെ പ്രവചനമെന്ന പുതിയ ഭീഷണിയെ എങ്ങനെ മറികടക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യം. മുടിവടിക്കലും താടിവടിക്കലുമൊന്നും പ്രഖ്യാപിക്കുന്നത് വെള്ളാപ്പള്ളി ആദ്യമായിട്ടല്ല എന്നതുതന്നെ ഇതിനു കാരണം. 1999 VM സുധീരൻ മുരളിക്ക് മുൻപിൽ തോൽക്കുമെന്നാണ് വെള്ളാപ്പള്ളി ആദ്യം പ്രവചിച്ചത്. പ്രവചനം തെറ്റി. സുധീരന്റെ വിജയം 35,000-ലധികം വോട്ടിന്. 2004 മാവേലിക്കരയിൽ ചെന്നിത്തല തോൽക്കുമെന്ന് അടുത്ത പ്രവചനം ഫലിച്ചു. CS സുജാത ജയിച്ചു കയറി. 2009-ലും 2014-ലും KC വേണുഗോപാൽ എന്ന ശത്രുവിന്റെ പരാജയം പ്രവചിച്ച് വീണ്ടും രംഗത്ത്. 2 വട്ടവും പ്രവചനത്തെ തോൽപ്പിച്ച് വേണുഗോപാൽ ജയിച്ചു കയറി. വെള്ളാപ്പള്ളിയുടെ പ്രവചനങ്ങളിൽ ഏറ്റവും കൗതുകമേറിയത് 2011-ലായിരുന്നു. അന്ന് ചെങ്ങന്നൂരിൽ PC വിഷ്ണുനാഥ് ജയിച്ചാൽ മീശ വടിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. വിഷ്ണുനാഥ് 12,500 വോട്ടിന് വിജയിച്ചു. പിന്നാലെ വെള്ളാപ്പള്ളിക്ക് മീശ വടിക്കാൻ KSU പ്രവർത്തകർ വ്യാപകമായി ബ്ലേഡ് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഒന്നൊഴികെ മറ്റെല്ലാ പ്രവചനങ്ങളും തിരിച്ചടിച്ചു. ഈ ചരിത്രമാണ് ആരിഫിനൊപ്പമുള്ളവരുടെ ചങ്കിടിപ്പ് കൂട്ടുന്നത്. തലവടിക്കാനുള്ള ബ്ലേഡും കാശിക്ക് പോകാനുള്ള ടിക്കറ്റും അയച്ചു കൊടുക്കുന്ന ക്യാമ്പയിൻ കോൺഗ്രസ് ആരംഭിക്കേണ്ടി വരുമോ? അതറിയാൻ മെയ് 23 വരെ കാക്കണം. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. എറണാകുളത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാകും? സിറ്റിംഗ് MP KV തോമസോ സിറ്റിംഗ് MLA ഹൈബി ഈഡനോ? UDFന്റെ മീഡിയ റൂം ഉദ്ഘാടനത്തിനെത്തിയവർക്കുണ്ടായ സംശയമാണിത്. KV തോമസ് മാറണമെന്നും പകരം ഹൈബിയെ പരിഗണിക്കണമെന്നുമുള്ള ആവശ്യങ്ങൾ ശക്തിപ്പെടുന്നതിനിടെ നടന്ന ഉദ്ഘാടനത്തിന് ഇരുവരും എത്തിയതാണ് കണ്ടുനിന്നവരുടെ ആശയക്കുഴപ്പം വർദ്ധിപ്പിച്ചത്. എറണാകുളത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രചാരണവുമായി മുന്നേറുമ്പോഴും UDF കാത്തിരിക്കുകയാണ് ഹൈക്കമാൻഡിന്റെ ഉത്തരവിനായി, അനുമതിക്കായി. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലമല്ലേ, വെറുതെ ഇരുന്നാൽ നാട്ടുകാർ ചോദിക്കും മത്സരത്തിനില്ലേ എന്ന്. അങ്ങനെയാണ് സിറ്റിംഗ് MP KV തോമസ് സ്ഥാനാർത്ഥിയുടെ പേര് വയ്ക്കാതെ മുന്നണിയുടെ മീഡിയ റൂം ഉദ്ഘാടനം ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ചടങ്ങ് കഴിവതും ലളിതമാക്കി. പാലോട് രവിയുടെ അധ്യക്ഷ പ്രസംഗം, പിന്നെ KV തോമസിന്റെ ഉദ്ഘാടന പ്രസംഗം. ചടങ്ങ് കഴിഞ്ഞു. സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യത്തിന് KV തോമസിന്റെ ആർക്കും പരിക്കില്ലാത്ത മറുപടി. ഞാൻ പറഞ്ഞത് പാർട്ടിയല്ലേ തീരുമാനിക്കും, ഞാനല്ലോ തീരുമാനിക്കും. പക്ഷേ സ്ഥാനാർത്ഥി ആരെന്ന ആശയക്കുഴപ്പം അപ്പോഴും അങ്ങനെ തന്നെ നിന്നു. ചടങ്ങിന് നിശബ്ദ സാക്ഷിയായി കറുത്ത വേഷമണിഞ്ഞ് ഹൈബി ഈഡൻ എത്തിയത് തന്നെ കാരണം. ന്യൂസ് 18 കൊച്ചി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം അനിശ്ചിതമായി നീളുമ്പോൾ സ്വന്തം നിലയിൽ പ്രചരണം ആരംഭിച്ച പ്രവർത്തകർ. എറണാകുളത്തെ സിറ്റിംഗ് MP KV തോമസിനും UDF കൺവീനർ ബെന്നി ബെഹനാനും വേണ്ടിയാണ് ചുവരെഴുത്തുകൾ ആരംഭിച്ചത്. എറണാകുളം മണ്ഡലത്തിന്റെ ഭാഗമായുള്ള ചെറായിയിലാണ് KV തോമസിനായുള്ള ചുവരെഴുത്ത്. മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി മാറ്റത്തിനായുള്ള ചർച്ചകളൊന്നും പ്രവർത്തകർ അറിഞ്ഞ മട്ടില്ല. പ്രചാരണവുമായി മുന്നോട്ട്. എറണാകുളം ജില്ല തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് KV തോമസ്. നമ്മൾ പ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. ആ ഒരു ധാരണ വെച്ച് തന്നെ ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ച് ചുവരെഴുത്തും പോസ്റ്ററുകൾ ഒട്ടിച്ച് ഇങ്ങനെയുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുവരെഴുത്തിനെ കുറിച്ചുള്ള KV തോമസിന്റെ പ്രതികരണം ഇങ്ങനെ: സ്ഥാനാർത്ഥിത്വം വരാതെ ആരുടെയും പേരെഴുതാൻ പാടില്ലെന്ന് വളരെ ശക്തമായിട്ട് പറഞ്ഞു. ചാലക്കുടി മണ്ഡലത്തിന്റെ ഭാഗമായുള്ള കാലടി മറ്റൂരിലാണ് പ്രവർത്തകർ ബെന്നി ബെഹനാനായി ചുമരെഴുതിയിരിക്കുന്നത്. മണ്ഡലത്തിൽ നിന്നുള്ള സാധ്യതാ പട്ടികയിലും UDF കൺവീനർ ഉൾപ്പെട്ടിട്ടുണ്ട്.
കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമെത്തും മുമ്പ് പ്രവർത്തകർ ചുവരെഴുത്ത് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം എത്തുമ്പോൾ പേരും മുഖവും മാറ്റേണ്ടി വരുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ചെറായിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം MS അനീഷ് കുമാർ, ന്യൂസ് 18. ഇത്തവണ 1.5 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് വിജയിക്കുമെന്ന് കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി കെ സുധാകരൻ. PK ശ്രീമതിക്ക് കണ്ണൂരിൽ വികസനം കൊണ്ടുവരാനായില്ലെന്നും സുധാകരൻ ന്യൂസ് 18നോട് പറഞ്ഞു. നാടകീയമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം UDFന്റെ കണ്ണൂരിലെ സ്ഥാനാർത്ഥി കെ സുധാകരൻ നമ്മളോടൊപ്പം ചേരുന്നു. വലിയ ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നോ ഈ സുധാകരൻ സ്ഥാനാർത്ഥി? ആശയക്കുഴപ്പമുണ്ടായിട്ടില്ല. അല്ല, സ്ഥാനാർത്ഥിത്തെ സംബന്ധിച്ച് അങ്ങേക്ക് അത് നിരാകരിക്കേണ്ടി വന്നു. അങ്ങനെ ഞാൻ നിരാകരിച്ചതൊക്കെ വേറെ പ്രശ്നങ്ങൾ. ഞാൻ 9 ഇലക്ഷൻ മത്സരിച്ചു. ഒരു സാധാരണഗതിയിൽ ഇലക്ഷന് മടുപ്പുണ്ടാവില്ലേ? വീണ്ടും ശ്രീമതി ടീച്ചറുമായി ഏറ്റുമുട്ടുമ്പോൾ എന്താണ് ഒരു പ്രതീക്ഷ? എനിക്ക് നല്ല പ്രതീക്ഷ. അത് വെച്ചാൽ രണ്ട് വിഷയമാണ്. ഒന്ന്, കഴിഞ്ഞ തവണ 5 വർഷം MP ആയ എനിക്കൊരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ക്വൈറ്റ് നാച്ചുറൽ ഉണ്ടാവും. ഇപ്രാവശ്യം ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ടീച്ചർ കാണുന്നുള്ളതാണ്. അപ്പോൾ അവിടെ സ്പീക്കറൊക്കെ കൊടുത്ത സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട്. നമുക്ക് ജനങ്ങളോടൊക്കെ പറയാൻ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ടീച്ചർ കഴിഞ്ഞ തവണ സംസാരിച്ചതുപോലെയും പ്രസംഗിച്ചതുപോലെയും പ്രസംഗിച്ചങ്ങ് കൂളായി പോകാൻ പറ്റില്ല. ഷീ ഈസ് ആൻസറബിൾ ടു സൊസൈറ്റി. അങ്ങ് ഉൾപ്പെടെയുള്ള പ്രമുഖന്മാർ ഈ ആദ്യം ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിത്വം വേണ്ട എന്നതിന് CPM പക്ഷെ വേറെ തരത്തിലാണ് വായിക്കുന്നത്. പരാജയ ഭീതി കൊണ്ടാണ് ആളുകൾ തയ്യാറാകാത്തതെന്ന് KPCC പ്രസിഡന്റാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ നിയോജക മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കേണ്ടത്, നേതൃത്വം കൊടുക്കേണ്ടുന്ന KPCC അധ്യക്ഷൻ ഒരു നിയോജക മണ്ഡലത്തിൽ, അതും വടകര പോലൊരു നിയോജക മണ്ഡലം, ഒരു ഈസി വാക്ക് ഓവർ അല്ല, ഒരു ഫൈറ്റിംഗ് സീറ്റാണ്. സ്ഥാനാർത്ഥി പട്ടികയിൽ CPM വനിതകൾക്ക് അർഹമായ സ്ഥാനമാണ് നൽകിയിട്ടുള്ളതെന്ന് ബൃന്ദ കാരാട്ട്. മത്സരിക്കുന്ന 2 വനിതകളും മികച്ച സ്ഥാനാർത്ഥികളാണെന്നും ബൃന്ദ കാരാട്ട് പറഞ്ഞു. Well, it's not really 16 because we have 2 independent candidates also who were there earlier and they have been repeated. So 2 out of 14 and they're 2 very, very strong women and they're both going to win and raise the voice of women in Parliament. കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കില്ലെന്ന മായാവതിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ BSP ഒഴിവാക്കി മറ്റ് ദളിത് സംഘടനകളുമായി ധാരണയിലെത്താൻ പ്രിയങ്ക ഗാന്ധിയുടെ ശ്രമം. മോദിയുടെ കടുത്ത വിമർശകനും ദളിത് നേതാവുമായ ചന്ദ്രശേഖർ ആസാദുമായിട്ടാണ് പ്രിയങ്ക കൂടിക്കാഴ്ച നടത്തിയത്. ഉത്തർപ്രദേശിൽ പ്രിയങ്കയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഈ ആഴ്ച തന്നെ തുടങ്ങും. ഉത്തർപ്രദേശിൽ SP-BSP സഖ്യത്തിൽ നിന്ന് മാറ്റി നിർത്തിയതിനു പിന്നാലെ ഒരു സംസ്ഥാനത്തും കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കില്ലെന്ന് BSP നേതാവ് മായാവതി പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെയാണ് മറ്റ് ദളിത് സംഘടനകളുമായി ധാരണയിലെത്താനുള്ള ശ്രമം കിഴക്കൻ UPയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കൂടിയായ പ്രിയങ്ക ഗാന്ധി തുടങ്ങിയത്. ഭീം ആർമി നേതാവ് ചന്ദ്രശേഖർ ആസാദുമായി മീററ്റിലാണ് പ്രിയങ്ക കൂടിക്കാഴ്ച നടത്തിയത്. കടുത്ത മോദി വിരുദ്ധനായി അറിയപ്പെടുന്ന ചന്ദ്രശേഖർ ആസാദിനെ 2017 ഷഹാരൻപൂർ കലാപത്തിന്റെ പേരിൽ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അലഹബാദ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതിനു പിന്നാലെ ദേശവിരുദ്ധ വകുപ്പുകൾ ചുമത്തി ഉത്തർപ്രദേശ് പോലീസ് ആസാദിനെ വീണ്ടും ജയിലിലടച്ചു. തിരഞ്ഞെടുപ്പിൽ ദളിത് വോട്ടുകൾ എതിരാകുമെന്ന് ഭയന്ന് കഴിഞ്ഞയാഴ്ചയാണ് ആസാദിനെ മോചിപ്പിച്ചത്. നരേന്ദ്രമോദിയുടെ തട്ടകമായ ഗുജറാത്തിലെ ആദ്യ പൊതുസമ്മേളനത്തിന് പിന്നാലെയാണ് മോദിയുടെ മണ്ഡലമായ വാരാണസിയിലേക്ക് നീളുന്ന പ്രചാരണത്തിന് പ്രിയങ്ക തയ്യാറെടുക്കുന്നത്. സംഘടനാ ചുമതലയുള്ള UPയിലെ പര്യടനം ആരംഭിക്കുന്നത് മുതുമുത്തച്ഛൻ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മസ്ഥലമായ അലഹബാദിൽ നിന്നാണ്. നെഹ്റുവിന്റെ കുടുംബ വീടായ ആനന്ദ് ഭവനിലും പ്രിയങ്ക എത്തും. അവിടെ നിന്ന് മോദിയുടെ മണ്ഡലമായ വാരാണസിയിലേക്കുള്ള യാത്ര ഗംഗാനദിയിലൂടെയാകുമെന്നാണ് റിപ്പോർട്ട്. കിഴക്കൻ ഉത്തർപ്രദേശിലെ ഭൂരിപക്ഷം മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിച്ചാകും അലഹബാദ് നിന്നും വാരാണസിയിലെത്തുക. രാഹുൽ ഗാന്ധിയെപ്പോലെ യാത്രക്കിടെ ക്ഷേത്രദർശനത്തിനും പ്രിയങ്ക സമയം കണ്ടെത്തും. വാരാണസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലും മിർസാപൂരിലെ മാ വിന്ധ്യാചൽ ദേവീക്ഷേത്രത്തിലും പ്രിയങ്ക എത്തുമെന്നാണ് സൂചന. നിലവിൽ 11 സ്ഥാനാർത്ഥികളെയാണ് UPയിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രിയങ്കയുടെ പ്രചാരണം കോൺഗ്രസിനെ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ബീഹാറിൽ RJDയും കോൺഗ്രസും തമ്മിൽ സീറ്റ് ധാരണയായെന്ന് സൂചന. RJD 20 സീറ്റിലും കോൺഗ്രസ് 11 സീറ്റിലുമാകും മത്സരിക്കുക. ഈ ആഴ്ച തന്നെ സീറ്റ് ധാരണ സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടായേക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറും BJPയും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് മത്സരിച്ചതെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല. JDU NDA സഖ്യത്തിനൊപ്പമാണ്. NDAയെ വെല്ലുന്ന സഖ്യമാണ് മറുഭാഗത്ത്.
മുൻ തെരഞ്ഞെടുപ്പിലെന്ന പോലെ ലാലു പ്രസാദ് യാദവിന്റെ RJDയും കോൺഗ്രസും ഒന്നിച്ചാണ് പോരിനിറങ്ങുന്നത്. NDA വിട്ടുവന്ന ഉപേന്ദ്ര കുശ്വാഹയുടെ RLSPയും മുൻ മുഖ്യമന്ത്രി ജിതൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി അവാമി മോർച്ചയും ഇത്തവണ RJD കോൺഗ്രസ് സഖ്യത്തിനൊപ്പമാണ്. RJD 20 സീറ്റിലും കോൺഗ്രസ് 11 മത്സരിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. RLSPക്ക് 3 സീറ്റ് നൽകും. ഹിന്ദുസ്ഥാനി അവാമി മോർച്ചയ്ക്കും വികാസ് ഷീൽ ഇൻസാൻ പാർട്ടിക്കും 2 വീതം സീറ്റ് നൽകും. മഹാസഖ്യത്തിന്റെ ഭാഗമായ CPI-ML പാർട്ടികൾ ഓരോ സീറ്റിലും മത്സരിക്കും. CPIക്ക് ബഗുസരായ് മണ്ഡലം നൽകിയാൽ JNU വിദ്യാർത്ഥി നേതാവായിരുന്ന കരയ്കുമാറായിരിക്കും മത്സരിക്കുക. ശരത് യാദവിന്റെ ലോക് താന്ത്രിക് ജനതാദളിനും സമാജ്വാദി പാർട്ടിക്കും RJD അക്കൗണ്ടിൽ നിന്ന് ഓരോ സീറ്റ് നൽകിയേക്കുമെന്നും സൂചനയുണ്ട്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. പൊതുവെ തെരഞ്ഞെടുപ്പ് കാലം ഭാവി പ്രവചിക്കുന്നവർക്കും ജ്യോത്സ്യന്മാർക്കും നല്ല കാലമാണ്. പക്ഷെ കർണാടകയിലെ മാണ്ഡ്യയിൽ കൈനോട്ടക്കാർക്ക് കണ്ടകശനിയാണിപ്പോൾ. കൈ തന്നെയാണ് ഇവർക്ക് പാരയായി. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ കർണാടകയിലെ മാണ്ഡ്യ മണ്ഡലത്തിന്റെ മുക്കും മൂലയും നോക്കി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഇറങ്ങിയിരിക്കുകയാണ്. തെരഞ്ഞു നടക്കുന്നത് കൈനോട്ടക്കാരുടെ ഫ്ലെക്സുകൾ. ഭാവി അറിയാനായിരുന്നില്ല ആ ഓട്ടം. ഫ്ലെക്സുകളിലെ കൈചിഹ്നം മറയ്ക്കാനായിരുന്നു അത്. കണ്ടിടത്തെല്ലാം ഫ്ലെക്സുകളിലെ കൈചിത്രം പേപ്പർ ഒട്ടിച്ചു മറച്ചു. കോൺഗ്രസിന്റെ ചിഹ്നം കൈപ്പത്തിയായതിനാൽ കൈനോട്ടക്കാരുടെ കൈയും വോട്ടർമാരെ സ്വാധീനിക്കുമെന്നാണ് ഇവരുടെ കണ്ടെത്തൽ. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കാലം കൈനോട്ടക്കാർക്ക് നല്ല കാലമാണ്. എന്നാൽ ഇത്തവണ കൈരേഖ തലവര മാറ്റി. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. പ്രചാരണ ചൂടിൽ മണ്ഡലങ്ങൾ. പഠിച്ചും പോരാടിയും നടന്ന ക്യാമ്പസിൽ വോട്ട് തേടി സ്ഥാനാർത്ഥിയെത്തി. വളാഞ്ചേരി MES കോളേജിൽ മലപ്പുറത്തെ LDF സ്ഥാനാർത്ഥി VP സാനു എത്തിയപ്പോൾ ക്യാമ്പസിനും അത് ആവേശമായി. പത്ത് വർഷങ്ങൾക്ക് ശേഷം ക്യാമ്പസിലേക്ക് വന്ന പഴയ യൂണിയൻ ചെയർമാനെ ക്യാമ്പസ് സ്വീകരിച്ചതിങ്ങനെ. VP സാനു ആദ്യം പോയത് പ്രിയപ്പെട്ട അധ്യാപകരുടെ അരികിലേക്ക്, പിന്നെ പ്രിൻസിപ്പാളിന്റെ റൂമിൽ അല്പസമയം, ശേഷം ക്യാമ്പസിലെ പുതിയ കൂട്ടുകാരുടെ മുൻപിലേക്ക്. 2006-09 കാലത്ത് ഞാൻ ഇവിടുത്തെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അതിൽ 8-9 കാലത്ത് ഞാൻ കോളേജിലെ ചെയർമാനായിരുന്നു. അപ്പോൾ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ നിങ്ങൾ ആ മണ്ഡലത്തിൽ വോട്ടുള്ളവരാണെങ്കിൽ വോട്ട് ചെയ്യുക. ക്യാമ്പസ് എന്നും ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മയെന്ന് സ്ഥാനാർത്ഥി. പ്രത്യേക സന്തോഷമുണ്ട്. കാരണം ഞാൻ പഠിച്ച കോളേജിൽ ആദ്യമായി ഞാൻ പൊതുതെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിച്ചതും വിജയിച്ചതെല്ലാം ഇവിടെ നിന്നാണ്. സാനുവിന്റെ ജയം അനിവാര്യമെന്ന് ക്യാമ്പസിലെ പിന്മുറക്കാർ. പണ്ട് മുതൽ തന്നെ ഏരിയ സെക്രട്ടറി ആയിരുന്നു, ജില്ലാ സെക്രട്ടറി ആയിരുന്നു, അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാമറിനേക്കാൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കിക്കാണുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിദ്യാർത്ഥികൾക്കിടയിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു MP ആവാൻ സാനുക്കാക്ക് കഴിയുകയാണെങ്കിൽ വിദ്യാർത്ഥികളുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും. കോളേജിലെ ഒത്തുചേരൽ കേന്ദ്രമായ ചീനിച്ചൂട്ടിൽ സാനുവിനൊപ്പം ക്യാമ്പസും ഒന്നു ചേർന്നു. സെൽഫി ചിത്രങ്ങൾ പകർത്തി. അപ്പൊ എന്നെ കിട്ടില്ല. ഓക്കെ എല്ലാവരും ഇല്ലേ? പിന്നെ ക്യാമ്പസ് നൽകിയ ഊർജവുമായി സാനു വീണ്ടും പ്രചാരണ തിരക്കിലേക്ക്. ന്യൂസ് 18 വളാഞ്ചേരി. ഓർമ്മകൾ ഓർത്തെടുത്ത് പഴയ കലാലയമുറ്റത്ത് കോഴിക്കോട്ടെ ഇടത് സ്ഥാനാർത്ഥി A. പ്രദീപ് കുമാർ. സഹപാഠികൾക്കൊപ്പമാണ് പുതുതലമുറയുടെ വോട്ട് തേടി ഗുരുവായൂരപ്പൻ കോളേജിൽ പ്രദീപ് കുമാർ എത്തിയത്. ഈ കലാലയത്തിൽ നിന്നായിരുന്നു രാഷ്ട്രീയ നേതാവിലേക്കുള്ള പ്രദീപ് കുമാറിന്റെ വളർച്ച. വൈക്കിംഗ് എന്നൊരു കിങ്ങുണ്ട്, കള്ളക്കേസ് കൊടുത്തിട്ടുണ്ട്. നിരപരാധികളായവരെ കേസിൽ നിന്നും ഒഴിവാക്കാൻ മുൻകൈയെടുക്കൂ പ്രിൻസിപ്പാളെ. ഈ പഴയ മുദ്രാവാക്യം 3 പതിറ്റാണ്ടുകൾക്കിപ്പുറം കലാലയത്തിന്റെ ചുവരുകൾക്കിടയിൽ ഒതുങ്ങിയില്ല. കലാലയമുറ്റത്ത് മുദ്രാവാക്യം വിളിച്ചു നടന്ന പഴയ വിദ്യാർത്ഥി വീണ്ടും എത്തി. ഇത്തവണ എത്തിയത് സ്ഥാനാർത്ഥിയുടെ വേഷത്തിൽ. ടീച്ചേഴ്സിനോട്, ഇവിടെ ഉള്ള ടീച്ചേഴ്സിനോടും സ്റ്റാഫിനോടൊക്കെ വോട്ട് ചോദിച്ചു. കുട്ടികളോട് സ്വകാര്യമായിട്ട് പോയി പറഞ്ഞു, വീട്ടിലൊക്കെ പറയാനും അവർ വോട്ട് ചെയ്യാനൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് അല്ല, ഞാൻ ആ വോട്ട് ചോദിച്ചിട്ടൊക്കെ ഇവിടുത്തെ അവരുടെ ഒരു കോളേജ് ഇടയുടെ അന്തരീക്ഷമൊക്കെ ബുദ്ധിമുട്ടാക്കരുതല്ലോ. 1980 മുതൽ 86 വരെ A. പ്രദീപ് കുമാർ ഗുരുവായൂരപ്പൻ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു.
സമരവും പഠനവുമായി നടന്ന ഇടനാഴികളിൽ പ്രദീപ് കുമാറിനൊപ്പം ഓർമ്മ പങ്കിടാൻ പഴയ സഹപാഠികളും എത്തിയിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ ഇവിടെ അന്നത്തെ പുരോഗമന പ്രസ്ഥാനം വലിയ ശക്തിയില്ലാത്തൊരു സമയത്താണ്. പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്ക് ഇവിടുത്തെ യൂണിയൻ പിടിച്ചടക്കി പ്രദീപിനെ ചെയർമാനാക്കി. തേർഡ് ഇയർ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറാക്കി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ചെയർമാനായിരുന്നു. ഞാനായിരുന്നു അന്ന് ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ. ക്യാമ്പസിലെ പഴയ നേതാവിനെ അടുത്ത് കിട്ടിയ പുതിയ നേതാക്കൾ കൂടെ നടന്നും ഒപ്പം വരുന്നും തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവച്ചു. പഴയ കലാലയത്തിലെത്തി ഓർമ്മകൾ പുതുക്കുന്നതിനൊപ്പം പുതുതലമുറയിലെ വോട്ടർമാരെ പരമാവധി നേരിൽ കാണുവാനാണ് പ്രദീപ് കുമാർ സമയം കണ്ടെത്തുന്നത്. കോഴിക്കോട്ടെ ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്നും ക്യാമറമാൻ സ്വരൂപിനൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18. ഇന്നത്തെ വോട്ട് ഇന്ത്യ വോട്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.